വചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 20 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വചനഭാഗത്ത് നാം കാണുന്നത് കഫർനാമിലെ പത്രോസിൻ്റെ വീട്ടിലിരിക്കുന്ന യേശുവിൻ്റെ അടുക്കലേക്ക് രോഗശാന്തി തേടി ധാരാളം ജനങ്ങൾ കടന്നു വരികയും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ യേശു സുവിശേഷം പ്രസംഗിക്കുകയും പിശാചുക്കളെ പുറത്താക്കുകയും രോഗികളെ സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്നതിനെക്കുറിച്ച് ജെറുസലേമിൽ നിന്ന് വന്ന നിയമജ്ഞർ പറഞ്ഞത് യേശു പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് പിശാചുക്കളെ പുറത്താക്കുന്നത് എന്നാണ്. ഇവിടെ യേശുവിനെതിരെ ബോധപൂർവം തെറ്റിദ്ധാരണ പരത്തുന്നത് നിയമങ്ങൾ വള്ളിപുള്ളി തെറ്റാതെ പഠിച്ചിരുന്ന നിയമജ്ഞരാണ്. സത്യം മനസ്സിലാക്കിയിട്ടും ശരിയായ തീരുമാനമെടുക്കാതെ, അല്ലെങ്കിൽ സത്യം മനസ്സിലാക്കാൻ ആവശ്യമായ അഭിഷേകമില്ലാതെ തങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഫരിസേയരെ പ്രീണിപ്പെടുത്തുവാനായി തെറ്റായ കാര്യങ്ങൾ പ്രസ്താവിച്ച നിയമജ്ഞർക്ക് യേശു നൽകുന്ന മറുപടിയും ആണ് നമ്മുടെ ധ്യാന വിഷയം. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, കഫർനാമിലെ വിശുദ്ധ പത്രോസിൻ്റെ വീട്ടിലായിരുന്ന യേശുവിൻ്റെ അരികിലേക്ക് രോഗശാന്തി നേടുവാനായി വന്ന ജനക്കൂട്ടം കാരണം അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും സാധിച്ചിരുന്നില്ല. എന്നാൽ തന്നെ തേടി വരുന്നവർക്ക് വേണ്ടി സ്വയം മറന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്ന കർമ്മനിരതനായ യേശുവിൻ്റെ സ്വന്തക്കാർ അവനെ പിടിച്ചുകൊണ്ടുപോകാൻ എത്തുകയാണ്. കാരണം അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് അവർ കേട്ടിരുന്നു. നമ്മുടെ വീട്ടിലെ ഒരു മകൻ സുവിശേഷം പ്രസംഗിക്കാനായി പോയാൽ അവനോടൊപ്പം ജനക്കൂട്ടം തടിച്ചു കൂടുകയും അവൻ ഭക്ഷണം കഴിക്കാതെ രാത്രിയും പകലും പ്രസംഗിക്കുകയും ചെയ്താൽ അവന് സുബോധം നഷ്ടപ്പെട്ടു പോയി എന്ന് നമ്മൾ പറയാറില്ലേ? അദ്ദേഹത്തോടുള്ള സ്നേഹം കാരണം എത്രയും വേഗം അദ്ദേഹത്തെ തിരിച്ചു പിടിച്ചുകൊണ്ടുവരാൻ നമ്മുടെ ബന്ധുക്കളെയും കൂട്ടി നമ്മൾ പോകാറില്ലേ? ഇതുതന്നെയാണ് പരിശുദ്ധ അമ്മയുടെയും തൻ്റെ സ്വന്തക്കാരുടെയും ജീവിതത്തിലും സംഭവിച്ചത്. യേശുവിനോടുള്ള അടങ്ങാത്ത സ്നേഹം അതിനവരെ പ്രേരിപ്പിച്ചു എന്ന് നാം മനസ്സിലാക്കണം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ യേശുവിനെതിരെ ഗൂഢാലോചന നടത്തുന്ന ഫരിസേയരെ നാം കണ്ടുമുട്ടുന്നുണ്ട്. യേശുവിൻ്റെ മേൽ കുറ്റമാരോപിക്കാൻ അവിടുത്തെ പ്രവർത്തനങ്ങളെ സൂക്ഷിച്ച് വീക്ഷിച്ചുകൊണ്ടിരുന്ന ഫരിസേയർ ഏതാനും നിയമജ്ഞരെ യേശുവിരുന്ന ഭവനത്തിലേക്ക് അയക്കുകയും ആ നിയമജ്ഞർ യേശുവിനെ ബെൽസബൂൽ ആവേശിച്ചിരിക്കുന്നുവെന്നും അവൻ പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് പിശാചുക്കളെ പുറത്താക്കുന്നതെന്നും പറഞ്ഞപ്പോൾ യേശു ഉപമകളിലൂടെ നിയമജ്ഞരുടെ ആരോപണത്തെ ഖണ്ഡിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. സാത്താൻ എങ്ങനെയാണ് സാത്താനെ പുറത്താക്കാൻ കഴിയുക? അന്ധഛിദ്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല, അന്ധഛിദ്രമുള്ള ഭവനവും നിലനിൽക്കുകയില്ല. സാത്താൻ തനിക്ക് തന്നെ എതിരായി തല ഉയർത്തുകയും ഭിന്നിക്കുകയും ചെയ്താൽ അവന് നിലനിൽക്കാൻ സാധ്യമല്ല. അതവൻ്റെ അവസാനമായിരിക്കും എന്ന് ഈശോ പറയുകയുണ്ടായി. അന്ധഛിദ്രമുള്ള രാജ്യത്തെയും അന്ധഛിദ്രമുള്ള ഭവനത്തെയും കുറിച്ചുള്ള യേശുവിൻ്റെ ഈ വാക്കുകളിലൂടെ ആഭ്യന്തര കലഹമുള്ള ഹെരോദോസിൻ്റെ രാജ്യത്തിൻ്റെയും കുടുംബത്തിൻ്റെയും അവസ്ഥ എന്തായിത്തീർന്നുവെന്ന് അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സാത്താനെതിരെ തിരിഞ്ഞാൽ അത് സാത്താൻ്റെ രാജ്യത്തിൻ്റെ നാശത്തിനെ വഴിതെളിക്കൂ. അതുകൊണ്ട് സാത്താൻ അതിന് തയ്യാറാകുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിയമജ്ഞരുടെ യുക്തിരാഹിത്യത്തെ യേശു ചോദ്യം ചെയ്യുകയാണ് ഇവിടെ. യേശുവിൻ്റെ ഈ വചനങ്ങളുമായി ബന്ധപ്പെടുത്തി നമ്മുടെ രാജ്യത്തിൻ്റെയും കുടുംബത്തിൻ്റെയും അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചാൽ ആഭ്യന്തര കലഹങ്ങളാണോ ഐക്യവും സമാധാനവുമാണോ നമുക്ക് കണ്ടുമുട്ടാനാകുക? രാജ്യത്ത് സമാധാനം പുലരണമെങ്കിൽ കുടുംബങ്ങളിലും വ്യക്തികളിലുമൊക്കെ സമാധാനവും ഐക്യവും പുലരണം. കുടുംബ വഴക്കുകൾ അവസാനിപ്പിക്കണം. ഇന്ന് കുടുംബങ്ങളിൽ വളരെ നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ പോലും
വിവാഹബന്ധങ്ങൾ പോലും വേർപെടുത്തുന്നതിനെ പറ്റിയല്ലേ പലരും ചിന്തിക്കുന്നത്. ആത്മഹത്യയെക്കുറിച്ചല്ലേ ചിന്തിക്കുക. ദൈവം യോജിപ്പിച്ചതിനെ ആർക്കാണ് വേർപെടുത്താനാവുക? ദൈവം നൽകിയ ജീവിതത്തെ അവസാനിപ്പിക്കാൻ എന്ത് അധികാരമാണ് നമുക്കുള്ളത്? അന്തഛിദ്രമുള്ള, അതായത് കുടുംബ വഴക്കുകളുള്ള ഭവനങ്ങൾ നശിച്ചു പോരും. നമ്മുടെ കുടുംബങ്ങൾ ഒരിക്കലും അങ്ങനെ നശിച്ചു പോകരുത്. ദൈവമാണ് കുടുംബത്തിൻ്റെ നാഥൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പ്രത്യേക ദൈവമായിരിക്കുന്നത് പോലെ നമ്മൾ പല ശരീരമാണെങ്കിലും ഐക്യത്തിൽ ഒന്നായിരിക്കണം. സ്വർഗത്തിൻ്റെ ചെറിയൊരു പതിപ്പാണല്ലോ കുടുംബം. കുടുംബം ഗാർഹിക സഭയാണ്. അതുകൊണ്ട് നമുക്ക് കുടുംബത്തിനുള്ളിലും അയൽക്കാരുമായും വിട്ടുവീഴ്ച മനോഭാവത്തോടെ എളിമയോടെ മറ്റുള്ളവരെ ശുശ്രൂഷിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കാം. യേശു തൻ്റെ ദൈവരാജ്യ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നത്, ശക്തനായ ഒരുവൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യമേ അവനെ ബന്ധിക്കണം, അതിനുശേഷമേ കവർച്ച നടത്താൻ കഴിയൂ എന്നാണ്. ശക്തനായ സാത്താനെ ബന്ധിച്ചിട്ടാണ് അവൻ്റെ കവർച്ച വസ്തുക്കളായ മനുഷ്യരെ ഈശോ മോചിപ്പിച്ചത്. പിശാചിനെ തോൽപ്പിക്കാനും അവൻ്റെ സാമ്രാജ്യത്തെ തകർക്കാനുമുള്ള യേശുവിൻ്റെ വലിയ ശക്തിയാണ് ഈ സംഭവങ്ങളിൽ വെളിപ്പെടുന്നത്. ഈശോ പറയുന്നു, മനുഷ്യമക്കളുടെ എല്ലാ പാപങ്ങളും അവർ പറയുന്ന ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവന് ഒരു കാലത്തും പാപത്തിൽ നിന്ന് മോചനമില്ല, അവൻ നിത്യപാപത്തിന് ഉത്തരവാദിയാകുമെന്ന്. എല്ലാ പാപങ്ങളും അവർ പറയുന്ന ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടുമെന്ന് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം, തനിക്ക് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് കേട്ട് തൻ്റെ അമ്മയും സഹോദരങ്ങളും യേശുവിനെ പിടിച്ചുകൊണ്ട് പോകാൻ വന്നത് അവരോട് ക്ഷമിക്കപ്പെടും എന്നാണ്. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവന് ഒരു കാലത്തും പാപത്തിൽ നിന്ന് മോചനം ഇല്ല, അവൻ നിത്യപാപത്തിന് ഉത്തരവാദിയാകും എന്ന് ഈശോ പറഞ്ഞത് ആ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കിയാൽ ദൈവാത്മാവിൻ്റെ ശക്തിയാൽ യേശു ചെയ്ത കാര്യങ്ങളെ പിശാചുക്കളുടെ ശക്തിയാലാണ് ചെയ്യുന്നതെന്ന് നിയമജ്ഞർ പറഞ്ഞത് ദൈവനിഷേധമാണെന്നും സത്യമന്വേഷിക്കാനോ അംഗീകരിക്കാനോ തയ്യാറാകാത്ത അവരുടെ ഹൃദയകാഠിന്യത്തെയുമാണ് പരിശുദ്ധാത്മാവിനെതിരായ പാപമെന്ന് ഇവിടെ പറയുന്നത്. യേശുവിൻ്റെ പെസഹ രഹസ്യങ്ങളിലൂടെ കൈവന്ന സൗജന്യ രക്ഷ എനിക്ക് ലഭിക്കുകയില്ല എന്നോ എനിക്ക് അത് വേണ്ട എന്ന് ചിന്തിക്കുന്നതോ ആണ് പരിശുദ്ധാത്മാവിനെതിരായ പാപം. ഏത് പാപവും ക്ഷമിക്കപ്പെടും. അതിന് പശ്ചാത്താപം ആവശ്യമാണ്. പശ്ചാത്തപിച്ച് ദൈവകാരുണ്യം സ്വീകരിക്കാനുള്ള കൃപ നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ കൃപ ബോധപൂർവം നിരസിക്കുന്നതാണ് പരിശുദ്ധാത്മാവിന് എതിരെയുള്ള പാപം. പശ്ചാത്തപിക്കാത്ത വ്യക്തിയുടെ പാപങ്ങളായി തന്നെ അവശേഷിക്കുന്നു. ഒരിക്കലും ക്ഷമിക്കപ്പെടാത്ത പാപമുണ്ടെന്ന് ചിന്തിക്കുന്നതല്ല, എല്ലാ മനുഷ്യരുടെയും എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടുമെന്ന സത്യം മനസ്സിലാക്കുന്നതാണ് ഉത്തമം. എത്ര കഠിനമായ പാപം ചെയ്ത വ്യക്തിയായാലും ആത്മാർത്ഥമായ പശ്ചാത്താപത്തോടെ യേശുവിൻ്റെ സന്നിധിയിൽ അണഞ്ഞാൽ മോചനം ലഭിക്കും എന്ന കാര്യം ഉറപ്പാണ്. ആ വ്യക്തിക്കും വേണ്ടി കൂടിയാണ് ഈശോ കുരിശിൽ മരിച്ചത്. നമ്മുടെ ജീവിതയാത്രയിലും ആരിലെങ്കിലും ദൈവിക പ്രവൃത്തി പ്രകടമാവുന്നത് കാണുമ്പോൾ അതിൽ സംശയിക്കുകയും സത്യം പറയാതെ ഇരിക്കാനുള്ള പ്രവണത നമ്മിലുണ്ടാകാതിരിക്കാനും പരിശ്രമിക്കാം. ജീവിതത്തിന് കനൽ വീണ വഴിയിലൂടെ സഞ്ചരിക്കേണ്ടി വന്നാലും കൊടും പാപിയാണെന്ന് ചിന്തിക്കുമ്പോഴും ആർക്കും എന്നെ രക്ഷിക്കാൻ സാധിക്കില്ല എന്ന് തോന്നുമ്പോഴും യേശുവിൽ നമുക്ക് രക്ഷയുണ്ട് എന്ന കാര്യം മറക്കാതിരിക്കാം. പ്രിയ സഹോദരങ്ങളെ, ഈശോ തൻ്റെ ജീവിതം മുഴുവൻ ദൈവരാജ്യ ശുശ്രൂഷയ്ക്കായി വിനിയോഗിച്ചു. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടിയല്ല, പിന്നെയോ ദൈവത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി നമുക്ക് അധ്വാനിക്കാം, അതിനായി പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.